ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റൊട്ടിയുടെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല ഈസിയാണ്. അപ്പോൾ ആലു റൊട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമ്മൾ സ്റ്റഫിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഈ ഒരു ഡോയിൽ തന്നെ എല്ലാം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ആദ്യം തന്നെ മീഡിയം സൈസിൽ ഒരു പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തൊലി കളഞ്ഞ് വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുകയും വേണം. ഒട്ടും ലംസ് ഇല്ലാതെ വേണം നമ്മളിത് മാഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് മാഷ് ചെയ്തതിന് ശേഷം ഒരു 3/4 കപ്പുണ്ട്. ഇതിൻ്റെ ഡബിളാണ് നമ്മൾ പൊടി ചേർക്കേണ്ടത്. ഞാനിവിടെ 3/4 കപ്പ് മൈദയും 3/4 കപ്പ് ആട്ടയും കൂടിയാണ് ചേർത്തേക്കുന്നത്. മുഴുവനായിട്ട് ആട്ട വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ചൊന്ന് സ്പൈസി ആവാനായിട്ട് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക്, ഒരു 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾ, 1/2 ടീസ്പൂണോളം തന്നെ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ഈ ഒരു ഡോക്ക് ആവശ്യമുള്ളത്. ഇതൊക്കെ കൂടെ ചേർത്ത് നമ്മൾ ഈ ഒരു ഡോനെ നല്ല ക്രംബിൾ ചെയ്തെടുക്കണം. നമ്മളൊരു പുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അതുപോലെ നല്ല ക്രംബിൾ ചെയ്തെടുക്കുക. നമ്മളിതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഷേപ്പ് ഫോം ചെയ്യുന്ന രീതിയിൽ തന്നെ നിൽക്കണം. അപ്പോൾ ഇത് നമ്മളിത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്, ചൂടുവെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ മുഴുവനും പൊടിയും നനഞ്ഞതിന് ശേഷം ഇതൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി നമ്മൾ വീണ്ടും ഇതിനെ കുറച്ച് സമയം കൂടെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മുഴുവൻ പൊടിയും നനഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി ജസ്റ്റ് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ കുഴച്ചെടുത്താൽ മതി. ഒരുപാട് സമയം കുഴക്കേണ്ട. ആ മാവ് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ. നമ്മൾ നോർമൽ ചപ്പാത്തിയുടെ ഒക്കെ കുഴക്കുന്ന അത്രയും ഹാർഡായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് സോഫ്റ്റ് ടെക്സ്ചറിൽ നിൽക്കുന്ന രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് 1 ടീസ്പൂണോളം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് ആ മാവിന് മുഴുവനായിട്ടൊന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി. കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ മാവിനൊന്ന് കോട്ട് ചെയ്യുക. അതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് ഒരു അരമണിക്കൂറോളം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വെക്കാം, അതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. അതിന് ശേഷം നമുക്കിതിന് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. ഈ കുഴക്കുന്ന സമയത്ത് ആ ഓയിലൊക്കെ ഒന്ന് അബ്സോർബ് ആവുന്നത് വരെ മാത്രം കുഴച്ചാൽ മതി. ഇനി നമുക്കിത് വേണ്ട ആ ഒരു സൈസിലുള്ള ബോൾസാക്കി എടുക്കാം. ഒരു മീഡിയം സൈസിലുള്ളതാണെങ്കിൽ ഒരു 6 ബോൾസൊക്കെയാണ് നമുക്ക് ഈ ഒരു റെസിപ്പി വെച്ച് ചെയ്തെടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി യൂസ് ചെയ്യാം. കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഇടുവാണ്. സോ ആവശ്യത്തിനുള്ള പൊടി യൂസ് ചെയ്ത് നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ നോർമലി ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനേക്കാൾ കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ റോട്ടീസൊക്കെ ചെയ്യുന്ന പോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഒത്തിരി തിന്നായിട്ട് പരത്തുന്ന സമയത്ത് കീറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ മല്ലിയിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ആ ഒരു പീസസ് ഉള്ളതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മൾക്ക് ഈ ഡോ കുഴക്കുന്ന സമയത്ത് ഇതിൽ വേണമെങ്കിൽ അനിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോഴങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ തിക്കായിട്ട് പരത്തിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മുടെ റോട്ടി ഏകദേശം ഇവിടെ പരന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള എക്സായിട്ടുള്ള മൈദയൊക്കെ കൈവച്ച് നന്നായിട്ട് തട്ടി മാറ്റാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നല്ല ചൂടായിട്ടുള്ള ഒരു തവയുടെ മുകളിലോട്ട് നമുക്ക് ഈ ഒരു റോട്ടിയെ മാറ്റാം. എന്നിട്ട് നമ്മൾ നോർമൽ ചപ്പാത്തിയൊക്കെ ചെയ്തെടുക്കുന്ന പോലെയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു 10-20 സെക്കൻഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ടൈം ടേൺ ചെയ്യുക. അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുന്ന തുടങ്ങുന്ന സമയത്ത് 2ാമത്തെ പ്രാവശ്യം കൂടി ടേൺ ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഗീയോ അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ഇതിലേതെങ്കിലും നമ്മൾ തേച്ച് കൊടുക്കാം. ഞാനിവിടെ ഗീ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സൈഡിൽ ഗീ തേച്ച ഉടനെ തന്നെ അതൊന്ന് തിരിച്ചിടാം. പിന്നെ നെക്സ്റ്റ് സൈഡിലും ചെറുതായിട്ടൊന്ന് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും. ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആ റൊട്ടി ഉണ്ടാവും. അപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് ടേൺ ചെയ്തിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഈസി ആയിട്ടുള്ള ആലു റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.